ഹായ് ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓണസദ്യക്ക് വിളമ്പുന്ന വിഭവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക അല്ലേ നമ്മുടെ ചാനലിൽ കൂടെ. അപ്പോൾ ഇന്ന് വിളമ്പുന്ന വിഭവം ഓല കേട്ടോ. നമ്മൾ ഇന്ന് 9ാമത്തെ കറിയാണ് വിളമ്പുന്നത്. അതും സദ്യക്ക് ഇലയിലെ ക്രമത്തിൽ വിളമ്പുന്ന കറികളാണ് നമ്മൾ അതുപോലെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഉപ്പിലിട്ടതുകൾ 3 കാണിച്ചു, കിച്ചടി 3 കാണിച്ചു, പച്ചടി കാണിച്ചു, അവിയൽ കാണിച്ചു, തോരൻ കാണിച്ചു, അതിനൊക്കെ സ്റ്റൂവും കാണിച്ചു. സ്റ്റൂ കഴിഞ്ഞാൽ അടുത്തത് ഓലനാണ് വിളമ്പുന്നത്. ഓലൻ ഇലയെ വിളമ്പുന്നത് എന്തിനാണെന്നുള്ള കാര്യം ആർക്കെങ്കിലും അറിയാവോ? ഓലൻ വിളമ്പുന്നതിൻ്റെ പുറകിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ എല്ലാ കറികളും കൂട്ടിയല്ലേ ഭക്ഷണം കഴിക്കുന്നത്. എല്ലാ ദിവസവും നമുക്ക് ഒരുപാട് കറികളൊന്നും ഇല്ലല്ലോ. നമുക്കിപ്പോൾ 1-2 കറികൾ കാണും. നേരെ സദ്യക്ക് ഒരുപാട് കൂട്ടം കറികളുണ്ട്. അപ്പം നമ്മൾ ഏതെങ്കിലുമൊക്കെ കറികൾ കൂട്ടിയിട്ട് എല്ലാ കറികളും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാവിന് പ്രത്യേകിച്ചൊരു രുചി വരത്തില്ല. എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു കറിയുടെ രുചി പ്രത്യേകമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കഴിക്കുന്ന ഏതെങ്കിലും ഒരു കറി കഴിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഓലനെടുത്ത് നാക്കിലൊന്ന് തൊട്ട് വെച്ചതിന് ശേഷം അടുത്ത കറി കഴിക്കുവാണെങ്കിൽ നമുക്ക് നമ്മൾ കഴിക്കുന്ന ആ കറിയുടെ രുചി എല്ലാവിധ സ്വാദോടുകൂടി അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഓലൻ എന്ന കറിക്കുണ്ട്. അപ്പോൾ ഓലൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലേ. ചിലർ വൻപയറിട്ട് ഓലൻ വെക്കും, ചിലർ പയർ നമ്മുടെ സാധാരണ നീളം പയറിട്ട് വെക്കും. അങ്ങനെയൊക്കെ പലതരത്തിൽ ഓലൻ വെക്കാറുണ്ട്. സദ്യക്ക് കൂടുതലും വൻപയറിട്ടാണ് വെക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ വെക്കുന്നത് നമ്മുടെ പയർ, അച്ചിങ്ങ പയറില്ലേ, ആ പയർ ഉപയോഗിച്ചാണ് ഓലൻ വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓലൻ വെക്കുന്ന രീതിയിലോട്ട് ഒന്ന് പോകാം. അപ്പോൾ ഓലൻ വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഓലൻ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന കഷ്ണങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ദേ കുമ്പളങ്ങ ഒരു ചെറിയ കഷ്ണമേ എടുത്തിട്ടുള്ളൂ, മത്തങ്ങ, ദേ ഒരു കഷ്ണം, ഒരു ചേമ്പ്, ഈ നമ്മുടെ വലിയ ചേമ്പില്ലേ അതാട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ദേ കുറച്ച് പയർ, ഇത്രയും പച്ചമുളക്, പിന്നെ 2 കരിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഓലൻ വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുക്കാം കേട്ടോ. ഈ കഷ്ണങ്ങൾ അരിയുമ്പോൾ ചതുരത്തിൽ കനം കുറച്ച കഷ്ണങ്ങളായിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഓലിനുള്ള കഷ്ണങ്ങളെല്ലാം ദേ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ദേ ഇത് കണ്ടോ, ചെറിയ നൈസായിട്ടുള്ള കഷ്ണമാണ്, ചേമ്പാണ് നൈസായിട്ടുള്ള കഷ്ണമായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ദേ മത്തങ്ങ അരിഞ്ഞിരിക്കുന്നു, അതുപോലെ തന്നെ നൈസായിട്ടാണ്. ഇത് കണ്ടോ. അതുപോലെ തന്നെ കുമ്പളങ്ങ അരിഞ്ഞിരിക്കുന്നു, തീരെ ചതുര കഷ്ണങ്ങൾ, തീരെ കനം കുറച്ചെടുത്തിരിക്കുന്നത്. പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്, പയറും. അപ്പോൾ നമുക്കിനി ഇത് ഈ ചട്ടിക്കകത്തേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. മൺചട്ടിക്കകത്താണ് കേട്ടോ ഞാൻ ഓലൻ വെക്കുന്നത്. മൺചട്ടിക്കകത്ത് വെക്കുന്ന ഓലന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാവേ. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിനകത്ത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒന്നും ചേർക്കത്തില്ല, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഇനി നമുക്കിപ്പോൾ ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കാവേ. പക്ഷെ അടച്ചു വെക്കുമ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, കാരണം പെട്ടെന്ന് തിളച്ച് തൂകുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് അടപ്പൊന്ന് മാറ്റി കൊടുക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് വെന്ത് വരുന്ന താമസമേ ഉള്ളൂ. ആ സമയത്തേക്ക് നമുക്ക് ഒരു തേങ്ങ ചിരണ്ടി എടുത്ത്, ഒരു മുറി തേങ്ങ മതി, അതൊന്ന് ചിരണ്ടി എടുത്ത് ഒന്ന് പാല് പിഴിഞ്ഞെടുക്കാം. അത് നമുക്ക് വേണമെങ്കിൽ 2-ാം പാൽ എടുക്കാം, അല്ലെങ്കിൽ 1-ാം പാൽ മാത്രം മതി. ഞാനിവിടെ ഇത് വെന്ത് കഴിയുമ്പോൾ 1-ാം പാൽ മാത്രമേ ചേർക്കത്തുള്ളൂ. അത് കാരണം 1-ാം പാൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു തേങ്ങ ചിരണ്ടി നമുക്ക് 1-ാം പാൽ എടുക്കാം. ഒന്ന് നോക്കാം എന്തായിന്ന്. അതെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ തിളച്ചങ്ങ് തൂവി വരും. ഇനിയിപ്പോൾ നന്നായിട്ട് തീ കുറച്ചിട്ടേക്കോ ഞാൻ, അല്ലെങ്കിൽ ഇതങ്ങ് പൊങ്ങിച്ചാടിപ്പോവും. ഇനി സ്പൂൺ എടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇത് വെന്ത് വരട്ടെ. നമുക്ക് ഇനിയിപ്പോൾ അടയ്ക്കണ്ട, കാരണം അടച്ചു കഴിഞ്ഞാൽ ഇത് തിളച്ച് തൂവും. അപ്പം അടയ്ക്കാതെ തന്നെ വെച്ചിരുന്നൊന്ന് വേവിച്ചെടുക്കാം. ഒരു ചെറിയ മുറി തേങ്ങ തിരുമ്മി എടുത്ത് 1-ാം പാൽ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ണം വെന്തെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് നോക്കാം. ദേ കഷ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഈ പാലൊന്ന് ചേർക്കാവേ. ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി, അത് മുഴുവൻ ഒഴിക്കണം എന്നില്ല കേട്ടോ. നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി ഒഴിച്ചാൽ മതി. തിളക്കരുത്. അപ്പോൾ മൺചട്ടി അതന്നെ ഞാനതങ്ങ് ഓഫ് ചെയ്തേ. തിള വരുവാണെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി.
സാധാരണ നമ്മൾ തീ കുറച്ചിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ മൺചട്ടി വെക്കുമ്പം ചട്ടി ചൂടായിരിക്കുന്ന കാരണം നന്നായിട്ട് തിള വരും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ ആ പാല് മുഴുവൻ ഒഴിച്ച് കേട്ടോ. നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തേക്ക് ഒറ്റ കാര്യം കൂടി ചെയ്താൽ മതി. അതിനകത്തേക്ക് 2 തണ്ട് കരിവേപ്പില ഇട്ട് ഒരു സ്വല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓലനും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓണസദ്യക്ക് റെഡിയാക്കിയ ഓലനാണ്. ചില സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞു വൻപയർ ഇട്ടും ഓലൻ വെക്കും, ചില സ്ഥലങ്ങളിൽ അച്ചിങ്ങാപ്പയർ ഇട്ടും വെക്കും. ഞാനിവിടെ വെച്ചിരിക്കുന്നത് അച്ചിങ്ങാപ്പയറും കുമ്പളങ്ങയും സ്വല്പം മത്തങ്ങയും അതുപോലെ തന്നെ ചേമ്പും കൂടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഓലൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഓലൻ ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത വിഭവമായിട്ട് നാളെ വരാം.